കോൺസെപ്റ്റ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പളാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഇത് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളത് മോണിറ്ററി ടേംസിലാണ്. അതായത് എന്താണ് ഫിനാൻഷ്യൽ ടേംസിലാണ് അല്ലേ. പണപരമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്ററി ടേംസിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കാൻ. എന്നാൽ മാത്രമേ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഒരു ഇൻഫോം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറഞ്ഞു, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു, കോസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറഞ്ഞു. ഒന്ന് റിവൈസ് ചെയ്യാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. രണ്ടുപേർക്കും ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്, ഒരു ഓർഗനൈസേഷൻ ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് വെളിപ്പെടുത്തിയിരിക്കണം, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിലൂടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റുകളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത ഒറിജിനൽ പ്രൈസിൽ വേണം നമ്മൾ ബുക്കുകളിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇൻഫ്ലേഷൻസ് ഒന്നും നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ മോണിറ്ററി ടേംസിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. നോൺ മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ വാലിഡായിട്ട് എടുക്കത്തില്ല, അതങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ല.